അത്യധ്വാനം ചെയ്ത് കർഷകർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ അത് കേരളത്തിൻ്റെയും കേരളത്തിന് പുറത്തുമുള്ളവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്, അഭിനന്ദനങ്ങൾക്ക് അർഹമായതാണ്. കഞ്ഞിക്കുഴിയുടെ കാർഷിക മുന്നേറ്റത്തിൽ പുതുതായ ഒരു മുന്നേറ്റമാണ് ഇന്ന് ശ്രീ സുനിലും റോഷ്നിയും ചേർന്ന് ഈ നമ്മുടെ നാട്ടിൽ ഇന്ന് തീർത്തുകൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് നൽകിയ ഏറ്റവും വലിയ ഉത്തേജനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ പൂക്കൃഷി എന്നുള്ളത്. കഞ്ഞിക്കുഴിയെ വർണ്ണാഭമാക്കി തീർത്തിരിക്കുന്ന, കഞ്ഞിക്കുഴിക്കൊരു പുഷ്പോത്സവം സമ്മാനിച്ചിരിക്കുന്നു ഈ കൃഷിയിടത്തിലൂടെ സുനിലും റോഷ്നിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവരിരുവരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. ഓണം നമുക്ക് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതവുമായി അത്രമേൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാഘോഷമാണ്. പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ദുരന്തങ്ങളും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഓണത്തെ വരവേൽക്കാതിരിക്കാൻ പറ്റുകയില്ല. ഓണത്തിനെ വരവേൽക്കുന്ന അവസരത്തിൽ മലയാളിക്ക് ഗൃഹാതുരത്വത്തോടുകൂടി മലയാളി ചെയ്യുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്ന് ഓണവുമായി ബന്ധപ്പെട്ടുള്ള പൂക്കളങ്ങളും മറ്റു പരിപാടികളെല്ലാമാണ്. ആഘോഷങ്ങളിൽ പൂവിനുള്ള സ്ഥാനം എല്ലായിടങ്ങളിലും ഉണ്ടാവാം. മലയാളിക്കത് ഏറ്റവും പ്രത്യേകത നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള പൂവുകൾ ദോഷകരമല്ലാത്ത തരത്തിൽ കൃഷി ചെയ്ത് നമ്മുടെ ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ള വലിയ പ്രത്യേകത ഇതിനുണ്ട്. നമ്മുടെ ഈ മണ്ണിൽ, ഈ ചൊരി മണലിൽ മനോഹരമായ പൂക്കളെ വിരിയിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള അധ്വാനത്തെ ആരും കാണാതെ പോകരുത്. ഈ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഈ പൂന്തോട്ടത്തിൽ വന്നു നിന്ന് നമ്മൾ അല്ലാണ്ട് നമ്മുടെ കണ്ണിനും മനസ്സിനുമെല്ലാം വലിയ സന്തോഷമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ കുറേയധികം ആളുകളുടെ അത്യധ്വാനമുണ്ട് എന്നും ആ അത്യധ്വാനം ചെയ്തിരിക്കുന്ന ആളുകളാണ് ശ്രീമതി റോഷ്നിയും ശ്രീ സുനിലും എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത്. ഒരുപാടിടങ്ങളിൽ പൂക്കൃഷിയുണ്ട് കേരളത്തിൽ. ആ പൂക്കൃഷിക്ക് എല്ലാ പിന്തുണയും പിൻബലവും കിട്ടുന്നുണ്ട്. ഇക്കൊല്ലത്തെ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ ചില ദുരന്തങ്ങളുടെയും പശ്ചാത്തലത്തിലാണ്. എന്നാലും നമുക്ക് ഓണത്തിൻ്റെ ആഘോഷങ്ങൾ നടത്താതിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പൂവുകൾ പരമാവധി വാങ്ങിച്ച് ഈ കർഷകരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതിനുകൂടി എല്ലാവരുടെയും പിന്തുണയും പിൻബലവും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പുഷ്പോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിളവെടുപ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഇതിൽ കൂടെ അങ്ങോട്ട്